ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. തിരുവിൽവാമല എരവത്തൊടി പാടശേഖരത്തിൽ മഴവെള്ളവും മാലിന്യവും കയറി കൃഷി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. തിരുവല്ലോമല എരവത്തൊടി പാടശേഖരത്തിലെ 3-18 വാർഡുകൾ ഉൾപ്പെടുന്ന വാര്യത്തുപടിയിലെ കർഷകർ തങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷി ഒഴിവാക്കേണ്ട ഗതികേടിലാണ്. തിരുവല്ലോമലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളവും മാലിന്യവും ചാലുകൾ പൊട്ടി കൃഷിയിടത്തിലേക്ക് ഒഴുകിയെത്തി കുറെ വർഷങ്ങളായി കൃഷി നശിക്കുകയാണ്. റോഡരികിലെ അഴുക്കുചാലുകൾ തകർന്നതിനാൽ കൃഷിയിടത്തിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കർഷകരായ മിഥുൻ മുരളി, ലിജിം ഫ്രാൻസിസ് എന്നിവർ ആരോപിച്ചു. തിരുവല്ലാമല എരവത്തൊടി പാടശേഖരത്തിൽ ഉൾപ്പെട്ട വാര്യത്തുപടി പ്രദേശത്തെ കർഷകർ ഏകദേശം 10 വർഷക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇന്ന് ഞങ്ങൾ ഈ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, കർഷകർ ഏറെ ദുരിതത്തിലാണ്. ഈ പ്രദേശത്ത് ഈ കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്ന ചാല് പൊട്ടി കൃഷി നശിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൈഡിൽ വരുന്ന ചാലിൽ വിവിധ അപകടങ്ങൾ കടന്നു വരികയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾ ഭരിക്കുന്ന ആളുകളോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, മെമ്പർമാരോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, എന്ത് കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഇതൊക്കെ മാറ്റിവെക്കപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു നൽകിയില്ലെങ്കിൽ ഈ പ്രദേശത്തെ കൃഷി സമ്പൂർണ്ണമായും നിർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലിനജലം നിറഞ്ഞതിനാൽ തൊഴിലാളികൾ പാടത്തിറങ്ങാൻ മടിക്കുകയാണ്. ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തതായി അറിയാമെങ്കിലും ദുരിതത്തിന് മാറ്റമില്ല. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഭൂമി തരിശിടുമെന്നാണ് കർഷകരുടെ നിലപാട്. ഒരു 90-100 ഏക്കറോളം ഏരിയ വരുന്ന ഒരു പ്രദേശത്തുനിന്ന് വരുന്ന വെള്ളം കുത്തിയൊലിച്ച് ഈ ചാലിന് വീതിയില്ലാതെ ഈ ചാലിൽ നിന്ന് വെള്ളം കവിഞ്ഞ് ഈ വേസ്റ്റും വരുന്ന മാലിന്യങ്ങളും ഞങ്ങളുടെ പാടങ്ങളിലേക്ക് കടന്നു പോകുന്നതിനാൽ കൃഷി വരികയും കൃഷി ചെയ്യുവാനുള്ള പണിക്കാർ ഈ നിലപ്പാടങ്ങളിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിപത്താണ് ഞങ്ങളായ കർഷകർ അനുഭവിക്കുന്നത്. കർഷകർക്ക് ചോദിക്കാൻ ആളില്ലാത്തൊരു കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലത്ത് മാധ്യമങ്ങളാണ് ഞങ്ങൾക്കൊരു രക്ഷ. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ വളരെ വൃത്തിയായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഈ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തെ മുഴുവൻ അറിയിക്കുകയും ഞങ്ങളുടെ ഈ ആവലാതി ഞങ്ങളെന്നും പഞ്ചായത്തിലും ഇവിടുത്തെ ഗ്രാമസഭകളിലും പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒരു കോൺട്രാക്ടർ ഇത് കരാറെടുത്തു എന്നതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇതിനകത്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വെള്ളപ്രശ്നങ്ങൾക്ക് ഈ വരുന്ന വെള്ളപ്രശ്നം ഭാവിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷി നിർത്തുകയാണ്. കാരണം ഇതോടുകൂടി ഈ ഒരു ഞാല് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തരിശായി കിടക്കുന്ന പ്രശ്നങ്ങളാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി പഞ്ചായത്തും സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.